അനിൽകുമാർ, CPM NEP-യെ എതിർക്കാനുള്ള കാരണം വ്യക്തമാണ്. NEP-യെ കുറിച്ച് CPM-ന് കൃത്യമായ നിലപാടുണ്ടായിരുന്നു 4 വർഷം മുമ്പ് വരെ. എന്താണ് ആ നിലപാട്? NEP കൊണ്ടുവരുന്നത് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കമാണെന്ന് CPM-ന്റെ സുചിന്തിതമായ നിലപാടാണ്. ആ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം അപകടമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ 4 വർഷം എതിർത്തെങ്കിൽ ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് മാറാനുള്ള കാരണം എന്താണ്? കേന്ദ്ര സർക്കാർ കാവ്യവൽക്കരണം അവസാനിപ്പിച്ചോ? നിങ്ങൾ മറുപടി പറയണം. അതെ, കേന്ദ്ര സർക്കാർ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കാവ്യവൽക്കരണം നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിനെതിരായ യുദ്ധത്തിലാണ് അവിടുത്തെ പ്രതിപക്ഷം പൊതുവിൽ നിൽക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷം എന്താ ചെയ്യുന്നത്? ഇന്ത്യ മുഴുവൻ അതിനെതിരായ സമരത്തിലാണ്. അതുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ അധികാരം ഉപയോഗിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ കർണാടക മാതൃകയിൽ കാവ്യവൽക്കരണം നടപ്പാക്കുന്ന ഒരു കോൺഗ്രസ് സർക്കാരിനെ കൊണ്ടുവരണോ? അതോ ഞങ്ങൾ ഇതേവരെ SCERT-യിൽ സിലബസ് നടപ്പാക്കിയ പോലെ ആർലേക്കർക്ക് അധികാരമില്ല, ഇവിടുത്തെ റബ്ബർ സ്റ്റാമ്പായിരിക്കാൻ മാത്രമേ ഭരണഘടന പറയുന്നുള്ളൂ അദ്ദേഹത്തിന്, അതിനപ്പുറം അധികാരം ഇല്ല എന്ന് പറയുന്ന ഒരു പാഠപുസ്തകം ഉണ്ടാക്കി പഠിപ്പിക്കുന്ന ഞങ്ങളുടെ വിദ്യാഭ്യാസ രീതി മുന്നോട്ട് കൊണ്ടുപോകണോ? അതിന് ഞങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ വിദ്യാഭ്യാസ രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയല്ല NEP ഉണ്ടാക്കുന്നത് ശ്രീ അനിൽകുമാർ. അത് വളരെ കൃത്യമായി രേഖയിൽ പറയുന്നുണ്ട്. ഞാൻ അങ്ങേക്ക് കേൾക്കാൻ വേണ്ടി വായിക്കാം. കാരണം ഇന്ന് മന്ത്രി V. ശിവൻകുട്ടി അത് തെറ്റായി ഉദ്ധരിച്ചതോടുകൂടിയാണ് ഞാൻ അത് വായിക്കുന്നത്. The aim will be to provide such quality textbooks of the at the lowest possible cost. അതായത് പുസ്തകം എങ്ങനെ വില കുറച്ച് ഉണ്ടാക്കാം എന്ന വിശദീകരണം പറയുന്നിടത്ത് ഇത് അച്ചടിക്കാനുള്ള പണിയൊക്കെ സംസ്ഥാന സർക്കാരിനാണ്. പക്ഷേ നിങ്ങൾ പുസ്തകം ഉണ്ടാക്കുന്ന NCERT-യുടെ ഫ്രെയിംവർക്ക് അനുസരിച്ചായിരിക്കണമെന്ന് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. നിങ്ങളുടെ പുസ്തകം പഠിപ്പിക്കാനല്ല NEP, NCERT അവർ തീരുമാനിക്കും, അത് പഠിപ്പിക്കും. അതായത് കാവ്യവൽക്കരണത്തെ നിങ്ങൾ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ചെറുക്കും എന്നുകൂടി നിങ്ങൾ പറയണം. എന്ന് മാത്രമല്ല, എന്തിന് ഒളിച്ചുപോയി ഒപ്പിട്ട്? അജിംസ്, ഒരു കാര്യം കൂടെ നോക്കൂ. ഇപ്പൊ ഞങ്ങൾ 10 കൊല്ലമായി ഭരിക്കുന്നു. കേരളത്തിന്റെ SCERT എന്ന് പറയുന്നത് നിലവിലുണ്ടോ? അതിന്റെ വിദ്യാഭ്യാസ സിലബസ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് BJP നടപ്പാക്കുന്നതാണോ? ഇത് തന്നെയായിരിക്കും PM-ശ്രീ സ്കൂളിൽ ഉണ്ടാവുക. അത് ഉറപ്പാണെന്നേ. അതിനപ്പുറം ഒരു മാറ്റം അവിടെ പഠിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കരുതേ. അതെങ്ങനെ വേണം നടപ്പാക്കാനുള്ള പണി അറിയാവുന്നവരാണ് ഇടതുപക്ഷം. നമുക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, യുദ്ധം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ, അതായത് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്ത MOU പാലിക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അനിൽകുമാർ. ദയവായി കേൾക്കൂ. നിങ്ങൾ അസ്വസ്ഥത ഇല്ലെങ്കിൽ കേൾക്കാം. ഒന്ന്, PM-ശ്രീ സ്കൂളുകൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ എന്ത് തരാൻ പോകുന്നു? 1.18 കോടി രൂപ തരാൻ പോകുന്നു. 1 കോടി രൂപയ്ക്ക് അടുത്തേ ഉള്ളൂ. അതിന് 40% സംസ്ഥാനം കൊടുക്കണം. എന്താ അതിലെ വ്യവസ്ഥ? അതിന് റാമ്പ് വെക്കണം, ഒരു ബാത്റൂം അതിലുണ്ടാകണം. ഇപ്പൊ തന്നെ എത്രയോ ബാത്റൂം ഓരോ സ്ഥലത്തുണ്ട്. 2 ബാത്റൂം വെക്കണം. ഇതൊക്കെയാണ് വ്യവസ്ഥ. ഇതെല്ലാം ഇവിടെ വിദ്യാലയങ്ങളിൽ ഉണ്ടാക്കി കഴിഞ്ഞതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ PM-ശ്രീ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ പറയുന്നത് ഒരു ബോർഡ് അവിടെ വെക്കണം എന്ന് മാത്രമാണ്. അതിനൊക്കെ വലിയ ബോർഡ് ആയുഷ്മാൻ ഭാരതിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരതിനൊക്കെ വലിയ ബോർഡ് വേറെ ബോർഡ് വെച്ചിട്ടില്ലേ അവിടെ മറികടന്നിരിക്കുന്നത്? മറികടക്കാൻ വഴിയുണ്ടതേ. ആ വഴി നല്ല ബോർഡ് വെക്കുന്നതൊക്കെ വളരെ സില്ലി കാര്യങ്ങളാണ് അനിൽകുമാർ. ബോർഡ് മോദിയുടെ പടം വെച്ചോ, പ്രശ്നം അതല്ല. വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണം അക്കാഡമിക്സിൽ ഇടപെടും. പൊതുവിദ്യാഭ്യാസ രംഗത്ത് അക്കാഡമിക്സിൽ കേന്ദ്രത്തിന്റെ ഫ്രെയിംവർക്ക് പ്രകാരം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കേണ്ടി വരും. പുസ്തകം അടിക്കാനുള്ള ചുമതല മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവൂ. ബാക്കി കണ്ടന്റ് അവിടെ നിന്ന് വരും. അജിംസ്, ഒരു കാര്യം ചെയ്യും. തൽക്കാലം ഒരു കാര്യം ഞാൻ പറയാം. സർവകലാശാലകൾ കുറെ എണ്ണം ഇവിടെ ഉണ്ടല്ലോ. സർവകലാശാലകൾക്ക് ഓട്ടോണമി ഉണ്ട് ശ്രീ അനിൽകുമാർ. സർവകലാശാലകൾക്ക് അക്കാദമിക് ഓട്ടോണമി ഉണ്ട്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് അതില്ല. അതാണ് പ്രശ്നം.